അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ അടുക്കളയിലോട്ട് മീൻ വന്നിരിക്കുകയാണ് ഗൈസ്. അതും ചന്തയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന നല്ല ഫ്രഷ് പൂലാ മീൻ. അപ്പൊ അത് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആ സമയം കൊണ്ട് കുറച്ച് മധുരക്കിഴങ്ങ് ഇരുന്നെടുത്ത് മെഴുക്കുരുട്ട് ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞ് വേവിക്കാൻ വെച്ചു. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് പച്ചമാങ്ങ വേവിച്ച് അതിലോട്ട് അരപ്പും തട്ടിക്കൊടുത്ത് ഒരു സിമ്പിൾ മാങ്ങ ഒഴിച്ചൂട്ടാൻ അങ്ങ് സെറ്റാക്കി. ഇനിയും മധുരക്കിഴങ്ങിനെ അടുപ്പി വെച്ചുകൊണ്ടിരുന്ന മെഴുക്കുരുട്ടിക്ക് പകരം ഞാൻ ഉടച്ചക്കറി വെക്കേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് കുറച്ചധികം ചെറിയുള്ളിയും വറ്റൽമുളക് ചതച്ചതും കൂടെ വഴറ്റിയെടുത്ത് അതിലോട്ട് മധുരക്കിഴങ്ങ് തട്ടിക്കൊടുത്ത് തേങ്ങ തിരുമ്മിയതും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളി മെഴുക്കുരുട്ട് റെഡി. സംഭവം ഞാൻ ആദ്യമായിട്ടാണ് മധുരക്കിഴങ്ങ് വെച്ച് ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്യുന്നത്. സത്യം പറയാലോ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് മീൻ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ ഓൾറെഡി ഇതിനു മുന്നേ കായലിൽ തന്നെ വേറൊരു പൂലാ മീൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പേരും പൂലാന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പൊ ഇതെന്താ രണ്ട് കോയയാ? എന്തെങ്കിലുമൊക്കെ ആട്ടെന്ന്, എന്തായാലും എന്താ നമുക്ക് നിന്നാ പോരെ. പിന്നെ വൃത്തിയാക്കാൻ വലിയ പാടൊന്നും ഇല്ലാത്തോണ്ട് പെട്ടെന്ന് തന്നെ കണ്ടിച്ചു കയറി നല്ല കൊടമ്പുളിയിട്ട് മുളക് കറി അങ്ങ് അടുപ്പിലാക്കി. പക്ഷെ ഇന്ന് പൊരിച്ചമീൻ കഴിക്കാൻ ഒരു മൂഡില്ലായിരുന്നു. അതുകൊണ്ട് നോ വെറുപ്പ്. അങ്ങനെ ബാക്കി കറികളൊക്കെ വെച്ച് ഊണ് കഴിച്ചു. അപ്പൊ ഓക്കെ ബൈ.